ദേ ഇത് കണ്ട, ഈ കുഞ്ഞിങ്ങനെ ഈ മെഴുകുതിരിയും കൊണ്ട് വരുന്ന കാഴ്ച കണ്ട. ദേ അത് അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. തൊട്ട് മുമ്പിൽ എന്താണെന്നറിയാമോ? സെമിത്തേരിയുടെ ഫ്രണ്ടിലാണ് ഈ കുഞ്ഞിൻ്റെ വീട്. ആ വീട്ടിൽ നിന്നാണ് ഈ കുട്ടി ഇങ്ങനെ ഈ മെഴുകുതിരി വിൽക്കുന്നതും. ഈ സെമിത്തേരിയിൽ എന്തെങ്കിലുമൊക്കെ മരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂജകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഇന്ന് ആരെങ്കിലുമൊക്കെ മെഴുകുതിരി മേടിക്കത്തുള്ളൂ. അപ്പോൾ അത് ഒറ്റ വരുമാനം മാത്രമേ ഇവർക്കുള്ളൂ. അപ്പോൾ ഇവരുടെ മൂത്ത മകൾ, അതായത് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിന് വേണ്ടി പൈസ ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ കുഞ്ഞ് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് റോഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കി ആ ചേച്ചിയുടെ കല്യാണം നടത്തണം. ചേച്ചിയുടെ കല്യാണമൊക്കെ ആരും സ്ത്രീധനോ അങ്ങനെ ഒന്നും വേണ്ട എന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. പക്ഷേ കല്യാണത്തിൻ്റെ ചിലവ് ഓഡിറ്റോറിയവും പള്ളിയിലെ പൈസയും ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ ഒരു മെഴുകുതിരി കച്ചവടമൊക്കെ നടത്തി ആ ഒരു പൈസ സമ്പാദിക്കാൻ നോക്കുന്നത് കേട്ടോ. ഇതാണ് അവരെ വീട്. ഈ കൊച്ചിൻ്റെ അപ്പനുണ്ടല്ലോ, അപ്പനാണെങ്കിൽ തളർന്നിരിക്കുകയാണ് കേട്ടോ. അയാൾ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അയാൾ ഈ ഒരു മെഴുകുതിരി കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ 2 ചേച്ചിമാർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വീഡിയോയുടെ ഫ്രണ്ടിൽ വരത്തില്ല, കാരണം അവർക്ക് നാണക്കേട് കൊണ്ടൊക്കെ ആവാം. ഏതായാലും അവർ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഈ മോളുണ്ടല്ലോ, ഇവള് റോഡിലിറങ്ങി ഈ ഒരു ഇതൊക്കെ കച്ചവടം ഒക്കെ ചെയ്ത് കിട്ടുന്ന ചിലപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ചില ദിവസം 100 രൂപയൊക്കെ കിട്ടും ആരെങ്കിലുമൊക്കെ സെമിത്തേരിയിൽ വരുമ്പോൾ. അപ്പോൾ ആ പൈസ കൊണ്ടാണ് ഇവർ ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ. അവരുടെ ഭക്ഷണമൊക്കെ അതിൽ നിന്നാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ സഹായങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ കുഞ്ഞിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ആ ഹോളും അതുപോലെ ആ കല്യാണ ചിലവുകളൊക്കെ നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാകും കേട്ടോ. ഈ ഒരു ഡിസ്കോഫിയ എന്ന് പറയുന്ന അസുഖം മൂലം തളർന്നിരിക്കുന്ന ആളാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. ഞങ്ങൾ 4, 3, 7 തിരി വിറ്റാ ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ മൂത്താളിന്റെ കല്യാണം ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. ഞങ്ങളുടെ കയ്യിൽ 1 രൂപ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഈ കല്യാണം വരികയും കല്യാണം ഉറയ്ക്കുകയും ചെയ്തത്. ഞങ്ങളെ സഹായിക്കാൻ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ ആരുമില്ല. ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനമില്ല. രണ്ടാമത്തെ പെങ്ങളുടെ പേരിലിരിക്കുന്നതായി ഭവനം. ഇപ്പൊ അത് ജപ്തിയുടെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതാ. ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പോലും ഒരു കടത്തിണ പോലും ഞങ്ങൾക്ക് ഇല്ല. ഇന്ന് പ്രായമായ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കൊരു എത്തും പിടിയില്ല. അങ്ങനെയൊക്കെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പം. അത്യാവശ്യം എന്ന് വേണ്ടത് എൻ്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് ഒന്ന് സഹായിക്കണം. ആരെങ്കിലും ഒന്ന് സഹായിച്ചില്ലെങ്കിൽ കുഞ്ഞിന്റെ വിവാഹം നടന്നു പോകും. അത്രേ ഉള്ളു. കാരണം ഇത്രയും ഞങ്ങൾക്ക് ഉരുകിയ ഒരു നിമിഷം പോലും ഞങ്ങൾക്കൊരു ഭവനം പോലും ഇല്ല. സ്വന്തമായിട്ടൊരു കുഞ്ഞ് ഈ 4, 3, 7 തിരിയും വിറ്റ് ഒരു 100 രൂപയാണ് ഡെയിലി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിൽ ദിവസം മൊത്തം ചില സമയത്ത് പട്ടിണിയാ, ചില സമയത്ത് ഈച്ച അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക്. ചേച്ചിയുടെ കല്യാണമാണ് ഓഗസ്റ്റ് 5-ാം തീയതി. ഇങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഇവിടെയും ചെറിയ തിരിയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ അവിടെ പോകും, തിരിക്കും. നമുക്ക് ചെയ്യും. ദിവസം 2, 3 പേരൊക്കെ വരുമെങ്കിലും കുറച്ചു പേര് ഇവിടെ വന്ന് തിരി മേടിക്കും. അധികം പേരൊന്നും വരത്തില്ല. എന്നാലും നോക്കി അവിടെ നിൽക്കും. ഇത്ര പേരായാലും ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിൽക്കണ്ട. പപ്പായ്ക്ക് ഇങ്ങനെ വയ്യാതെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ്